നമസ്കാരം, എല്ലാവർക്കും നോട്ട് ഫോർ പി സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ക്ലാസ്സുകളൊക്കെ കുറച്ച് ദിവസമായിട്ട് മുടങ്ങി കിടക്കുമായിരുന്നു. നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുവാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിന് വേണ്ടി. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ വീണ്ടും തുടങ്ങുകയാണ്. പുതിയ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പുതിയ ക്ലാസ് തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഒരു പുതിയ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. PSC വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിന് കഴിഞ്ഞ വർഷം നടത്തിയ ഒരു ചോദ്യ പേപ്പറാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 32/2025 ആണ്. നമുക്കിതിലെ ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം ആരാണ് രചിച്ചത്? ആരാണ്? ഓപ്ഷൻ സി ആണ് സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കരാണ് ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത്. നമ്മളുടെ കേരള ഹിസ്റ്ററി തുടങ്ങുന്നത് യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളത്. ആ യൂറോപ്യന്മാരുടെ ആഗമനത്തിൽ സർദാർ KM പണിക്കരുമായിട്ട് ബന്ധപ്പെട്ട് 2 ചോദ്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ് ആ ചോദ്യങ്ങൾ? ഒന്ന്, വാസ്കോഡഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡഗാമ യുഗത്തിന്റെ തുടക്കമെന്ന് അഭിപ്രായപ്പെട്ട ചരിത്രകാരൻ ആരാണ്? സർദാർ KM പണിക്കരാണ്. വാസ്കോഡഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ അഭിപ്രായപ്പെട്ട ചരിത്രകാരൻ ആരാണ്? സർദാർ KM പണിക്കരാണ്. പിന്നെ വേറൊരു കാര്യം, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അതും സർദാർ KM പണിക്കരാണ്. അപ്പൊ 2 കാര്യങ്ങൾ ഓർത്തു വെച്ചോളുക. അടുത്തത്, രണ്ടാമത്തെ ചോദ്യം, മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണ്? മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണ്? ഓപ്ഷൻ എ ആണ് 1.25 കോടി മലയാളികൾ. എന്താണ്? 1.25 കോടി മലയാളികൾ. അപ്പോൾ ഈ 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൽ എന്താണ് പറയുന്നത്? മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് പറയുന്ന ഗ്രന്ഥമാണ് 1.25 കോടി മലയാളികൾ. ഈ ഗ്രന്ഥം ആരുടെയാണ്? കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ EMS നമ്പൂതിരിപ്പാടിന്റെ രചിച്ച ഗ്രന്ഥമാണ് 1.25 കോടി മലയാളികൾ. അപ്പൊ നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് EMS നമ്പൂതിരിപ്പാട് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണെന്ന് അറിയാം അല്ലേ? കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തിന്റെ മന്ത്രിസഭ എന്നാണ് ആരംഭിച്ചത്? 1957 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയും 1957 ഏപ്രിൽ 5-നാണ് EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള നിയമസഭ നിലവിൽ വരികയും ചെയ്യുന്നത്. അപ്പൊ അത് SCERT കൊടുത്തിട്ടുണ്ട് ആ ഒരു ഡേറ്റ്. അതുകൊണ്ട് തന്നെ നിങ്ങളത് നോക്കിയിരിക്കണം. SCERT ആ ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. 1957 ഏപ്രിൽ 5. 1957 ഏപ്രിൽ 5 ആണ്. അടുത്തത്, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് ഇന്ത്യയും ചൈനയും. 1954 നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ വെൻ ലായും കൂടിയാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. അടുത്ത ചോദ്യം, 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം എവിടെയാണ്? 1957 കലാപത്തില് നാനാ സാഹിബ് എവിടെയാണ് നേതൃത്വം നൽകിയത്? ഓപ്ഷൻ സി ആണ് കാൺപൂരിലാണ് അല്ലെ? കാൺപൂരിലാണ് നാനാ സാഹിബ് നേതൃത്വം നൽകിയത്. അടുത്തത്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എവിടെയാണ്? 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് എവിടെയാണ് നടന്നത്? ഓപ്ഷൻ ബി ആണ് ഫിലാഡൽഫിയ. ഫിലാഡൽഫിയയിലാണ് രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത്. വർഷം 1775. അപ്പോൾ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എവിടെയായിരുന്നു? അതും ഫിലാഡൽഫിയ തന്നെയായിരുന്നു. വർഷം 1774. 1774 ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസും 1775 രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസും നടന്നു. സ്ഥലം എവിടെയാണ്? ഫിലാഡൽഫിയാണ്. രണ്ടും ഫിലാഡൽഫിയയിൽ വെച്ചാണ് നടന്നത്. അടുത്തത്, ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഓപ്ഷൻ എ ആണ് അന്റോണിയോ ഗുട്ടറസ്. അന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ. 7ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശിക വാദത്തിന് ഉദാഹരണമല്ലാത്തത്. താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ
പ്രാദേശികവാദത്തിന് ഉദാഹരണമല്ലാത്തതാണ് ചോദിച്ചത്. ഏതാണ് ഉദാഹരണമല്ലാത്തത്? ഓപ്ഷൻ സി ആണ് ചക്രവാദം. ചക്രവാദമാണ് പ്രാദേശികവാദത്തിന് ഉദാഹരണമല്ലാത്തത്. ബാക്കി ചിനുക്ക്, ലൂ, ഹർമാറ്റർ ഇത് മൂന്നും പ്രാദേശികവാദങ്ങളാണ്. എട്ടാമത്തത് അഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുവയിൽ നിന്ന് കണ്ടെത്തുക. അഗ്നേയശിലയുമായിട്ട് ബന്ധമില്ലാത്ത ഏതാണ്? ഓപ്ഷൻ സി ആണ്. കേരളത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് ഈ ശിലയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. ബാക്കി അപ്പൊ നമുക്ക് ആഗ്നേയശിലയുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ നോക്കാം. ഈ ശിലയെ പ്രാഥമിക ശില എന്ന് വിളിക്കുന്നു. ഈ ശില ആഗ്നേയശിലക്ക് ഉദാഹരണമാണ് ബസാൾട്ട്. ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു. ആഗ്നേയശിലകള് ഭൂമിയുടെ അകത്തും പുറത്തും രൂപം കൊള്ളുന്നവയാണ്. ഒമ്പതാമത്തെ ചോദ്യം, എന്താണ് ക്ലിഫ്? എന്താണ് ക്ലിഫ്? എന്താണ്? ഓപ്ഷൻ എ ആണ്. ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഒരു ഭൂരൂപമാണ്. തിരമാലയുമായി ബന്ധപ്പെട്ട ഒരു ഭൂരൂപമാണ് ക്ലിഫ് എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതെന്ന് തിരിച്ചറിയുക. ഇതിലേതാണ് കൂട്ടത്തിൽ ചേരാത്തത്? ഓപ്ഷൻ സി ആണ്. ടെറായി ആണ് ഇതിൽ കൂട്ടത്തിൽ ചേരാത്തത്. 11ാമത്തെ ചോദ്യം PSC ആൻസർ ഏതായിരുന്നു? സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? ഓപ്ഷൻ ബി ആണ് കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം ഉള്ളത്. 13 ചുവടെ തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകള്. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് നമുക്ക് വേണ്ടത്. ഇതിലേതൊക്കെയാണ് ഉൾപ്പെടുന്നത്? 2ഉം 3ഉമാണ്. അതായത് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. അടുത്തത് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് 1ഉം 3ഉമാണ്. അതായത് സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, സ്വയം പര്യാപ്തവും സ്വാശ്രയമായ ദേശീയ സമ്പദ് വ്യവസ്ഥ. ഇത് രണ്ടുമാണ് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്നത്. രണ്ടാമത്തത് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്നതല്ല. രണ്ടാമത്തെ തെറ്റാണ്. 15 ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി. ഇതിലേതാണ് തെറ്റായ ജോഡി? ഓപ്ഷൻ ഡി ആണ്. ദാദാഭായ് നവറോജി മിച്ചമൂല്യ സിദ്ധാന്തം എന്നത് തെറ്റാണ്. ദാദാഭായ് നവറോജി മിച്ചമൂല്യ സിദ്ധാന്തം തെറ്റാണ്. ബാക്കി 3ഉം ശരിയാണ്. 16 താഴെ തന്നിട്ടുള്ളവയിലെ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി. 2024 പത്മവിഭൂഷൺ ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ എ ആണ് പത്മ സുബ്രഹ്മണ്യം. പത്മ സുബ്രഹ്മണ്യനാണ് 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചത്. അടുത്തത് താഴെ തന്നിട്ടുള്ളവയില് ഉൽപാദക ഘടകമായ മൂലധനത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന. ഉൽപാദക ഘടകമായ മൂലധനത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. അതായത് മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. മൂലധനത്തിനുള്ള പ്രതിഫലം എന്താണ്? മൂലധനത്തിനുള്ള പ്രതിഫലം എന്ന് പറയുന്നത് പലിശയാണ്. ലാഭം എന്ന് പറയുന്നത് സംഘാടനത്തിന്റെ പ്രതിഫലമാണ് ലാഭം എന്ന് പറയുന്നത്. മൂലധനത്തിന്റെ പ്രതിഫലം എന്താണ്? പലിശയാണ്. ഓക്കെ അല്ലേ? അപ്പോ 18ാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവരില് ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആയിട്ടുള്ളവർ ആരെല്ലാമാണ്? ആരൊക്കെയാണ് ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആയിട്ടുള്ളവര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം 3ഉം. നിർമ്മല സീതാരാമൻ, മൊറാർജി ദേശായി, ചരൺ സിംഗ്. ഇവർ 3 പേരും ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആയിട്ടുള്ളവരാണ്. 19 ചുവടെ തന്നിട്ടുള്ളവർ
ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം മാത്രമാണ്. അതായത് കോട്ടോണോപോളിസ് എന്ന് വിശേഷിക്കപ്പെടുന്ന നഗരം ബോംബെ ആണ്. ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ചോളത്തിന് 3ആം സ്ഥാനമാണുള്ളത്. ഇനി അടുത്തത് നോക്കിയോ, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ്? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ് അല്ലെ. അപ്പൊ അത് 3ാമത്തെ തെറ്റാണ്. ഉത്തരം വരുന്നത് 1ഉം 2ഉം മാത്രമാണ്. അപ്പൊ ചണം എന്തെന്നാണ് അറിയപ്പെടുന്നത്? ചണം അറിയപ്പെടുന്നത് ഗോൾഡൻ ഫൈബർ എന്നാണ്. ചണം അറിയപ്പെടുന്നത് ഗോൾഡൻ ഫൈബർ. യൂണിവേഴ്സൽ ഫൈബർ പരുത്തിയാണ്, ചണം ഗോൾഡൻ ഫൈബർ ആണ്. രണ്ടും PSC ചോദിച്ചിട്ടുള്ളതാണ്. 20ാമത്തെ ചോദ്യം, മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി. മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 91ാം ഭരണഘടനാ ഭേദഗതി. 91ാം ഭരണഘടനാ ഭേദഗതി. 21 രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. രാജ്യസഭയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം 4ഉം ശരിയാണ്. അതായത് രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്കില്ല. ധനബില്ല് ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്കില്ല. ഇത് 3ഉമാണ് ശരിയായിട്ടുള്ളത്. 22 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? നമ്മൾ കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം കണ്ടായിരുന്നു, അറിയാം അല്ലെ. കമ്മിറ്റി, PK തുങ്കൻ കമ്മിറ്റിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. അപ്പൊ ഈ ഒരു ഭാഗം ഇമ്പോർട്ടന്റ് ആണ്. പഞ്ചായത്ത് രാജും ആ ഭേദഗതി 73, 74 ഭേദഗതിയും പിന്നെ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി, ഇതെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിനാണ് എക്സാം എത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഭാഗം ഉറപ്പായിട്ടും നോക്കിയിരിക്കണം. അടുത്ത താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4ാം അധ്യായത്തിൽ പെടാത്തത്. ഭരണഘടനയുടെ 4ാം അധ്യായത്തിൽ പെടാത്ത ഏതെന്നാണ് ചോദിച്ചത്. ഏതൊക്കെയാണ് ഇതിൽ വരാത്തത്? 3 ഉൾപ്പെടില്ല, 4ഉം ഉൾപ്പെടില്ല. അതായത് 3ഉം 4ഉം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. തുല്യ ജോലിക്ക് തുല്യവേതനം, ഏകീകൃത സിവിൽ നിയമം, ഇത് രണ്ടും ഭരണഘടനയുടെ 4ാം അധ്യായത്തിൽ പെടുന്നതാണ്. സംഘടനാ സ്വാതന്ത്ര്യവും പൊതുതൊഴിൽ തുല്യ അവസരമൊക്കെ മൗലിക അവകാശങ്ങളാണ്. ഭരണഘടനയുടെ 3ാം ഭാഗത്തിലാണ് ഇതൊക്കെ ഉൾപ്പെടുന്നത് കേട്ടോ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താണ്? ഓപ്ഷൻ ഡി ആണ്, സി വിജിലാണ് അല്ലെ. സി വിജിലാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. 25 ചേരുംപടി ചേർത്ത് പരിശോധിക്കുക. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? 1ഉം ശരിയാണ്, 2ഉം ശരിയാണ്. ഉത്തരം വരുന്നത് 1ഉം 2ഉം വരുമ്പോൾ ഓപ്ഷൻ ബി ആണ്. അതായത് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രതിരോധവും ആണവോർജ്ജവും ഒക്കെ യൂണിയൻ ലിസ്റ്റിൽ പെടും. കൃഷിയും മത്സ്യബന്ധനവും സംസ്ഥാന ലിസ്റ്റിലാണ്. മദ്യനിയന്ത്രണവും ബാങ്കിങ്ങും ഏത് ലിസ്റ്റിലാണ്? മദ്യനിയന്ത്രണം സംസ്ഥാന ലിസ്റ്റിലാണ് വരുന്നത്. ബാങ്കിങ് ഏതാണ്? ബാങ്കിങ് യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്, കൺകറന്റ് ലിസ്റ്റിലല്ല. അപ്പോൾ ഉത്തരം വരുന്നത് 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ്. അടുത്തത് നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, കിരൺ റിജിജു. ആരാണ്? കിരൺ റിജിജു ആണ് നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. 27 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ഉള്ളത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഓർ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. ഇത് രണ്ടും മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നത്?
സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? 1998 ആണ്. 1998 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അടുത്തത് വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത്. വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായതാണ് നമുക്ക് വേണ്ടത്. 3 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. അതായത് വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അഴിമതി നിയന്ത്രിക്കുന്നതിന്, അല്ലെ? ശരിയാണ്. ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാകുന്നതിന്, ശരിയാണ്. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാകുന്നതിന്, അതും ശരിയാണ്. അപ്പോൾ എല്ലാം ശരിയാണ്. 29 ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഓപ്ഷൻ എ ആണ്, ഫെബ്രുവരി 2 ആണ് ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത്. എന്നാണ്? ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത്. 30 കേരള സംസ്ഥാനത്തിലെ നിലവിലെ തൊഴിൽ വകുപ്പ് മന്ത്രി, പുതിയ മന്ത്രിസഭ വന്നിട്ടുണ്ട്. നമ്മുടെ നിലവിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? ബിന്ദു കൃഷ്ണയാണ്, അല്ലെ? ബിന്ദു കൃഷ്ണയാണ് നിലവിലെ തൊഴിൽ വകുപ്പ് മന്ത്രി. അടുത്തത് കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? എത്ര രാജ്യസഭാ സീറ്റുകളാണ് നമുക്കുള്ളത്? ഓപ്ഷൻ എ ആണ്, 9 രാജ്യസഭാ സീറ്റുകളാണ് ഉള്ളത്, അല്ലേ? അടുത്ത ചോദ്യം, കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ ആരാണ്? കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ ആരാണ്? ഓപ്ഷൻ സി ആണ്, രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തമിഴ്നാടിന്റെ ഗവർണർ അദ്ദേഹം തന്നെയാണ്. 33 2024 എഴുത്തച്ഛന് പുരസ്കാരം. 2024 എഴുത്തച്ഛന് പുരസ്കാരം ആർക്കായിരുന്നു? ഓപ്ഷൻ ബി ആണ്, NS മാധവൻ. NS മാധവനാണ് 2024 എഴുത്തച്ഛന് പുരസ്കാരം ലഭിച്ചത്. അപ്പൊ 2024 എഴുത്തച്ഛൻ ആരായിരുന്നു? NS മാധവൻ. അപ്പൊ 2025 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? KG ശങ്കരപിള്ള, അല്ലെ? KG ശങ്കരപിള്ളയ്ക്കാണ് 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 34 പല്ലിന്റെ ആന്തരഘടന ചുവടെ നൽകിയിരിക്കുന്നു. ഇവയിലെ ശരിയായ ജോഡി. ഇതിൽ ഏതാണ് ശരിയായ ജോഡി? ശരിയായ ജോഡി ഏതാണ് ഇതില്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 3ഉം 4ഉം ആണ്. അതായത് പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുന്നത് പല്ലിന്റെ ഏറ്റവും ആന്തര ഭാഗമാണ്. സിമന്റം എന്ന് പറയുന്നത് പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജക കലയാണ്. തിരുത്തി പോകാം. ഇനാമൽ എന്താണ്? ഇനാമൽ എന്ന് പറഞ്ഞത് മനുഷ്യശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ്. വെള്ള നിറമാണ്, നിർജീവമാണ്, ജീവനില്ല ഇനാമലിന്. ഇനി ഡെൻഡേൻ എന്ന് പറയുന്നത് പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻഡേൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് തന്നിരിക്കുന്നത്. പൾപ്പ് ക്യാവിറ്റി പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗമാണ്. സിമന്റമാണ് പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജക കല. ഓക്കെ, ഇനി അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്നതില് ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്ന ഏതാണ്? ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്, ജീവകം ഇ ആണ്, അല്ലെ? ജീവകം ഇയുടെ കുറവ് മൂലമാണ് വന്ധ്യത എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നത്, അല്ലെ? വന്ധ്യതയ്ക്ക് കാരണമായ വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി ആണ്, ജീവകം ഇ ആണ് വന്ധ്യതയ്ക്ക് കാരണമായ വൈറ്റമിൻ. ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ ചോദ്യങ്ങൾ. 35 ചോദ്യങ്ങൾ ഞാൻ എടുത്തിട്ടുള്ളൂ. എനിക്കറിയാം ഞാൻ എടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ വളരെ കുറവാണെന്നുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീണ്ടും പഴയതുപോലെ 40 ക്വസ്റ്റ്യൻസ് വീതം ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഒരു 5 ചോദ്യങ്ങൾ നിങ്ങളൊന്ന് ക്ഷമിക്കണം. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്